10 മണിയായതും തങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി. പവിയും ചില്ലുവും പെട്ടെന്ന് ഡ്രസ് ചെയ്ത് വീട്ടിൽ നിന്നിറങ്ങി. ചില്ലുവിൻ്റെ അച്ഛൻ്റെ കാറായിരുന്നു അവരെടുത്തത്. ഡ്രൈവ് ചെയ്യുന്നത് ചില്ലുവും. എടി, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ഈ മതിൽ ചാട്ടം. ചില്ലു പവിയെ തിരുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഡി, നീ മതിൽ ചാട്ടം ഇടയ്ക്കിടെ ഇങ്ങനെ പറയണമെന്നില്ല. ആ വേർഡിന് എന്തോ ഒരു അർത്ഥമുള്ളതാ. ഇതിപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം സാധനം എടുക്കാൻ വേണ്ടിയാണ് ഈ മതിൽ ചാടുന്നത്. അതായത് ദിസ് മതിൽ ചാട്ടം ഈസ് നോട്ട് എ ക്രൈം. പവി തൻ്റെ ഭാഷയിൽ ചില്ലുവിനോട് പറഞ്ഞു. ഡി, ഇങ്ങനെ മതിൽ ചാടി നടന്നാലേ നമ്മൾ ഈ ജീവിതത്തിൽ ഗതി പിടിക്കുമെന്ന് തോന്നുന്നില്ല. എടി, നീയൊന്ന് ഗതി പിടിച്ചാലല്ലേ നിൻ്റെ ചിലവിൽ എനിക്ക് ഗതി പിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടേ മോളെ പവി, ഇന്നത്തോടെ നീ ഡീസൻ്റ് ആയിക്കോണം. അല്ല, നീ പറഞ്ഞ സാധനം എവിടെ നിന്ന് കിട്ടും? പവി ചോദിച്ചു. എന്ത്? അല്ല, ഈ ഗതിയെ. അങ്ങനെയാണെങ്കിൽ 5-6 കിലോ വാങ്ങിച്ച് നിനക്ക് തന്നേനെ. അല്ലാതെ ഞാൻ ഗതി പിടിച്ചിട്ടേ നീ ഗതി പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞ് പവി കൈ മലർത്തി. അതിനിടയിൽ പവി ഷാനുവിനെ വിളിച്ചിട്ട് സിദ്ധുവിൻ്റെ വീടിൻ്റെ അഡ്രസ്സ് ഒപ്പിച്ചു. ശേഷം ഗൂഗിൾ മാപ്പിട്ട് ഇരുവരും യാത്ര തുടർന്നു. 1/2 മണിക്കൂർ നീളുന്ന യാത്രക്കൊടുവിൽ ഇരുവരും കൊട്ടാര തുല്യമായ 2 നില ബംഗ്ലാവിന് മുന്നിൽ എത്തിച്ചേർന്നു. ഇത് തന്നെയാണോ വീട്? ചില്ലു ചോദിച്ചു. ആണെന്നാണ് ഗൂഗിൾ അമ്മച്ചി പറയുന്നത്. പവി പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഡി, അമ്മച്ചി ചതിച്ച ചരിത്രം കുറച്ചൊന്നുമല്ല. സോ ബി കെയർഫുൾ. ചരിത്രമൊക്കെയും തൽക്കാലം അവിടെ നിൽക്കട്ടെ. എന്തായാലും ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ. നീ ഇവിടെ ഇരിയെന്നും പറഞ്ഞ് പവി ഡോർ തുറക്കാനിറങ്ങി. ഡി, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ചില്ലു പിന്നെയും പറഞ്ഞു. ഇത്രയും ദൂരം വന്നിട്ട് ഒന്നുകൂടെ ആലോചിക്കാനോ? നീ കുറച്ചങ്ങോട്ട് വണ്ടി പാർക്ക് ചെയ്തോ, ഞാൻ ഉടനെ വരാമെന്നും പറഞ്ഞ് പവി വണ്ടിയിൽ നിന്നിറങ്ങി മുന്നോട്ട് നടന്നു. ഗേറ്റിൻ്റെ ഇടയിലൂടെ ഒളികണ്ണിട്ട് നോക്കിയപ്പോൾ സിദ്ധുവിൻ്റെ ഹോണ്ട സിവിക് കാറും അവൻ്റെ BMW ബൈക്കും പോർച്ചിൽ കിടക്കുന്നത് കണ്ടതും അത് സിദ്ധുവിൻ്റെ വീടാണെന്ന് അവൾ ഉറപ്പിച്ചു. പവി ചില്ലുവിനെ നോക്കി തംസപ്പ് കാണിച്ചു. ശേഷം പിന്നാമ്പുറത്തെ സൈഡ് ഗേറ്റ് വഴി മതിലിനകത്തെത്തി. വീടിൻ്റെ വലിപ്പം കണ്ട് അവളുടെ കണ്ണ് തള്ളി. അകത്തേക്ക് എങ്ങനെ കടക്കുമെന്ന പോലെ അവൾ ചുറ്റും കണ്ണോടിച്ചു. കൂടുതൽ ആലോചിച്ച് നിൽക്കാതെ അവൾ അടുക്കള ഭാഗത്തേക്ക് നടന്നു. അടുക്കള ഡോർ തുറന്ന് കിടക്കുന്നുണ്ട്. അടുക്കളയിൽ ആരുമില്ലായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. രണ്ടും കൽപ്പിച്ച് അകത്ത് കയറി മുന്നും പിന്നും നോക്കാതെ മുന്നോട്ട് നടന്നു. മുകളിലത്തെ നിലയിലെ ഇടത്തെ സൈഡിൽ ആദ്യത്തെ മുറിയാണ് സിദ്ധുവിൻ്റേതെന്ന് ഷാനു വഴി അവൾ അറിഞ്ഞിരുന്നു. ആത്മാർത്ഥ കൂട്ടുകാരിക്ക് വേണ്ടി അവൻ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചതാണ് അതൊക്കെയും. അതിനിടയിലാണ് സിദ്ധുവിൻ്റെ ഏട്ടത്തി അഖില സ്റ്റെയർ വഴി ഇറങ്ങി വരുന്നത് പവി കാണുന്നത്. അന്നേരം പവി സ്റ്റെയറിനടിയിൽ ഒളിച്ചു നിന്നു. അവർ അടുക്കളയിലോട്ട് കയറിപ്പോയതും പവി ധൃതിയിൽ സ്റ്റെയർ കയറി സിദ്ധുവിൻ്റെ മുറി ലക്ഷ്യം വെച്ച് നടന്നു. അതിനിടയിൽ നന്ദന കോമൺ ബാൽക്കണിയിൽ നിന്ന് ഫോണിൽ സംസാരിക്കുന്നത് പവിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. നന്ദു കാണാതെ എങ്ങനെയൊക്കെയോ സിദ്ധുവിൻ്റെ മുറിയിൽ കയറിപ്പറ്റി. ചാരിയിരുന്ന ഡോർ പതിയെ തുറന്ന് അകത്ത് കയറി ശേഷം ഡോർ അമർത്തി അടച്ചു. അതിനിടയിലാണ് വാഷ്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നത്. അടുത്ത നിമിഷം വാഷ്റൂമിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം അവൾ കേട്ടു. പിടിക്കപ്പെടാതിരിക്കാൻ അന്നേരം അവൾ മുറിയിലെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടിക്കയറി മുന്നിൽ കാണുന്ന തുറന്നു കിടക്കുന്ന വാർഡ്രോബിലേക്ക് ചാടിക്കയറി. ശേഷം അലമാരയുടെ ഡോർ ചാരി. ഇതേ സമയം കുളി കഴിഞ്ഞിറങ്ങിയ സിദ്ധു നേരെ ചെന്നത് ഡ്രസ്സിംഗ് റൂമിലേക്കാണ്. ബാത്ത് ടവലും ധരിച്ചാണ് ആളുടെ വരവ്. മൂളിപ്പാട്ടും പാടിക്കൊണ്ട് ചുവരിൽ സെറ്റ് ചെയ്തിട്ടുള്ള മിററിൽ നോക്കി മുടി ചീകി തുടങ്ങി. ശേഷം മിററിൽ നോക്കി അണ്ടർ ആം ക്രീമും അപ്ലൈ ചെയ്യുന്നുണ്ട്. പവി വാർഡ്രോബിൻ്റെ ചെറിയ വിടവിൽ കൂടി ഈ കാഴ്ചയൊക്കെ കാണുന്നുണ്ട്. അവൾ കൂടുതൽ നേരം ആ കാഴ്ച നോക്കി നിൽക്കാതെ കണ്ണിറുക്കി അടച്ചു. ഇവനിപ്പോൾ വാർഡ്രോബ് തുറന്നാൽ ഞാൻ പെടുവല്ലോ ഈശ്വര, ഇതിനകത്ത് കയറേണ്ടിയിരുന്നില്ല എന്നവൾ ചിന്തിക്കാൻ നേരത്താണ് സിദ്ധു കറക്റ്റായിട്ട് ആ വാർഡ്രോബ് തുറക്കുന്നതും അവളെ കാണുന്നതും. പെട്ടെന്ന് അവൾ അതിനകത്ത് കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട യക്ഷിപ്പടമാണ് അവന് ഓർമ്മ വന്നത്. ആ നിമിഷം അമ്മയെന്നും പറഞ്ഞ് അവൻ ഉറക്കെ നിലവിളിച്ചു. പിന്നീട് സ്വബോധത്തിലേക്ക് വന്നപ്പോഴാണ് അത് പവിയാണെന്ന് അവൻ തിരിച്ചറിയുന്നത്. അവൻ അവളെ അലമാരയിൽ നിന്നും പിടിച്ച് താഴെ ഇറക്കി. പല്ലവി, നീ എന്താ ഇവിടെ? സിദ്ധു ചോദിച്ച് തീരും മുമ്പേ ഡോറിൽ തട്ടു തുടങ്ങിയിരുന്നു. സിദ്ധു, എന്താടാ, എന്തിനാ നീ നിലവിളിച്ചേ? ഡോറിൽ തട്ടിക്കൊണ്ട് അമ്മ ചോദിച്ചു. ഒന്നുമില്ല അമ്മ, ഒരു ഭീകര പല്ലി, അതിനെ കണ്ട് പേടിച്ച് നിലവിളിച്ച് പോയതാ എന്നുള്ള അവൻ്റെ ആ പറച്ചിൽ കേട്ട് പവി അവനെ പിടിച്ച് തള്ളി. എടാ, പല്ലിയെ കണ്ട് ആരെങ്കിലും അങ്ങനെയൊക്കെ നിലവിളിച്ച് പേടിക്കോ?
പേടിക്കും അമ്മ, പേടിക്കും. ഈ പല്ല് വെറും പല്ലിയല്ല, യക്ഷിപ്പല്ലിയാ. യക്ഷിപ്പല്ല? യക്ഷിപ്പല്ലല്ല അമ്മ, യക്ഷിപ്പല്ലി. അതെന്ത് പല്ലി? നീ ഡോർ തുറന്നേ. സിധുവിൻ്റെ അച്ഛനായിരുന്നു അത് പറഞ്ഞത്. ഭവി, ഇത് അച്ഛനും അമ്മയും വെളിയിൽ നിൽപ്പുണ്ട്. നീ എവിടെയെങ്കിലും പോയി ഒന്ന് വിളിക്ക്, സിധു അന്നേരം പറഞ്ഞു. അവർ വരട്ടെ, ഞാൻ അന്നേരം പറയും നീ വിളിച്ചിട്ടാ ഞാൻ വന്നേന്ന്. അയ്യേ, ദേ വൃത്തികേട് പറഞ്ഞാലുണ്ടല്ലോ. വൃത്തികേടോ? ഞാൻ ഉള്ളതല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ പറയട്ടെ അച്ഛനോട് മോൻ്റെ ലീലാവിലാസങ്ങൾ മുഴുവനും. എന്ത് വിലാസങ്ങൾ? സിധു ഒരിടത്തിൽ ചോദിച്ചു. ലീലാവിലാസം, അതായത് ഇയാളും ഞാനും തമ്മിലുള്ള ബന്ധം പറയട്ടേന്ന്. നമ്മൾ തമ്മിൽ അതിന് എന്ത് ബന്ധം? ഒന്ന് പോടി, സിധു പുച്ഛിച്ചു. എന്ത് ബന്ധാണെന്നോ? എന്താ സിധു ഏട്ടാ ഇത്? ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് ഞാൻ ഈ സിദ്ധുവേട്ടനായിട്ട്. എൻ്റെ മാമൻ്റെ മോളുടെ വിവാഹത്തിനൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ മനോഹരമായ ദിനങ്ങളായിരുന്നു അതൊക്കെ. പിന്നെ സിദ്ധുവേട്ടൻ, ഞങ്ങളൊരുമിച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. നന്നായി ഫോട്ടോ എടുക്കും സിദ്ധുവേട്ടൻ. നല്ല പോലെ വായി നോക്കും, പിന്നെ ഉമ്മിക്കുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ സിദ്ധുവേട്ടൻ. അവൻ്റെ കവിളിൽ തഴുകിക്കൊണ്ട് താറ്റ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടാണ് പവി ഓരോന്നും പറഞ്ഞിരുന്നത്. അതിനിടയിൽ അവൻ്റെ വിരലിൽ കിടക്കുന്ന മോതിരം അവൾ നൈസായിട്ട് അടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും പറ്റിയില്ല. അപ്പോഴും ഡോറിൽ തുടരെ തുടരെ തട്ട് കേൾക്കുന്നുണ്ട്. ടിപ്പുല്ലേ, ബാബുസ്വാമി കളിക്കാതെ പോയി വാർഡ്രോബിൽ ഒളിക്ക് എന്നും പറഞ്ഞ് അവൻ അവളെ പൊക്കിയെടുത്ത് വാർഡ്രോബിൽ കയറ്റി. ശേഷം അവളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. വാർഡ്രോബ് അടച്ച് മുറിയിലെ ഡോർ തുറന്നതും അച്ഛനും അമ്മയും നന്ദുവും വെളിയിൽ നിൽക്കുന്നുണ്ട്. എന്താടാ തുറക്കാൻ ഇത്ര താമസം എന്നുള്ള അമ്മയുടെ പറച്ചിൽ കേട്ടവൻ നിന്ന് പരങ്ങി. എവിടെ ആ ഭീകരപല്ലി എന്നും പറഞ്ഞ് അച്ഛനും അമ്മയും മുറിയിൽ പരിശോധനയൊക്കെ നടത്തി. അതൊക്കെയും പോയെന്നും പറഞ്ഞ് എങ്ങനെയൊക്കെയോ സിധു ഒരുവിധം അവരെ പറഞ്ഞു വിട്ടു. അവർ പോയതിന് പിന്നാലെ നന്ദു എന്തോ പറയാൻ വന്നതും അവൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചു മുറിയിൽ നിന്ന് പുറത്താക്കി. ഏട്ടാ, ഞാനൊന്നും പറയട്ടെ. നീ പറയാൻ പോകുന്നതേ ആ പല്ലിയുടെ കാര്യമല്ലേ? നമുക്കത് നാളെ സംസാരിക്കാം. അതിനെന്തിനാ ഏട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നത്? ഏട്ടൻ്റെ അടക്കം പറച്ചിൽ കേട്ടാത്തൊന്നും അവളെ ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ടെന്ന്. അത് നീ എങ്ങനെ അറിഞ്ഞു? സിധു വല്ലാത്ത ഭാവത്തിൽ ചോദിച്ചു. എന്ത്? അന്നേരമാണ് സിധുവിന് അബദ്ധം മനസ്സിലാവുന്നത്. അവൻ നിന്ന് പരങ്ങി. ഞാൻ എന്തറിഞ്ഞെന്നാ ചേട്ടൻ എന്നോട് ചോദിച്ചേ? ഞാനൊന്നും പറഞ്ഞില്ലേ. നീ ഒന്ന് പോയ നന്ദു, എനിക്ക് ഉറക്കം വരുന്നു എന്നും പറഞ്ഞ് അവൾക്ക് ഗുഡ് നൈറ്റും പറഞ്ഞ് സിധു ഡോറടിച്ച് കുറ്റിയിട്ടു. ഈ ഏട്ടൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞ് നന്ദു തൻ്റെ മുറിയിലേക്ക് നടന്നു. സിധു ഡോറടച്ച് ലോക്കിട്ട് മുറിയിൽ ചെന്ന് വാർഡ്രോബ് തുറന്ന് അവളെ പുറത്തിറക്കി. നീ പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക് എന്നുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. എനിക്കെൻ്റെ റിങ് വേണം. അതിനുവേണ്ടിയാണ് നീ പാതിരാത്രി കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് പോന്നേ? സിധു ചോദിച്ചു. ആണെങ്കിൽ ഒരു കാര്യമില്ല, ഞാനിത് തരാൻ പോണില്ല. എന്നാ ഞാനിവിടുന്ന് പോവാനും പോണില്ല. അവൾ വിടാനൊരുക്കല്ല. പോവാതെ പിന്നെ നീ ഇവിടെ എന്ത് ചെയ്യാനാ? അതൊന്നും എനിക്കറിയില്ല, എനിക്കെൻ്റെ റിങ് വേണം. തൻ്റെ വിരൽ മുറിച്ചിട്ടാണെങ്കിലും അതും കൊണ്ടേ ഞാൻ പോവുള്ളൂ. ദേ, കൂടുതൽ ഷോ ഇറക്കല്ലേ. രാത്രി മതിൽ ചാടി വന്നതും പോരാ, പോലീസിനെ വിളിക്കണോ എന്നുള്ള സിധുവിൻ്റെ പറച്ചിൽ കേട്ട് അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് അവൾ ആ മോതിരം തട്ടിപ്പറിക്കാൻ നോക്കി. അന്നേരം സിധു അവൾക്കത് കിട്ടാത്ത തരത്തിൽ തൻ്റെ കൈ പൊക്കി പിടിച്ചു ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ബെഡിനരികിലേക്ക് നടന്നു. പിന്നാലെ അവളും ചെന്നു. സിധു, ആ മോതിരം എങ്ങ് താ, എനിക്ക് പോകണം. ഇനിയിപ്പോൾ മോതിരം തന്നാലും എല്ലാവരും ഉറങ്ങിക്കഴിയാതെ ഇവിടെ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുമെന്ന് തോന്നില്ല. എനിക്കെൻ്റെ മോതിരം കിട്ടിയാൽ മതി, ഞാൻ എങ്ങനെയെങ്കിലും പോയിക്കോളാം. അപ്പോൾ ഈ മോതിരം കിട്ടാതെ നീ ഇവിടെ നിന്ന് എങ്കേയും പോകമാട്ടെ? സിധു ഒരു ഈണത്തിൽ ചോദിച്ചു. ഇല്ല. എന്നാ പോകണ്ടട്ടാ, നീ അവിടെ നിന്നോ, ഞാൻ കിടക്കാൻ പോവാ എന്നും പറഞ്ഞ് സിധു ബെഡിൽ മലർന്ന് കിടന്നു. ഇപ്പോഴും ആ ടവൽ മാത്രമാണ് അവൻ്റെ വേഷം. ഡോ, തനിക്ക് എന്തെങ്കിലും എടുത്തിട്ടൂടെ? കുറേ നേരമായി മനുഷ്യന് സഹിക്കുന്നു. എന്ത് സഹിക്കുന്നു? എൻ്റെ മുറിയെ കയറി വന്നിട്ട് എന്നോട് ആജ്ഞാപിക്കുന്നു. തൽക്കാലം സൗകര്യമില്ല. വൃത്തികെട്ടവൻ, അവൾ പിറുപിറുത്തു. എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലേ, അവൾ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. എന്നാ നിനക്ക് കൊള്ളാം എന്നും പറഞ്ഞവൻ കണ്ണിന് മീതെ തൻ്റെ കൈ വെച്ച് കിടന്നു. ഷേവ് ചെയ്ത് മിനുക്കി അവൻ്റെ ബോഡിയിലൂടെ അവളുടെ കണ്ണുകൾ ഒഴുകി നടന്നു. അതിനിടയിൽ അവൻ്റെ വിരലിൽ കിടക്കുന്ന മോതിരത്തിൽ അവളുടെ കണ്ണുകൾ ഉടക്കി. അവളത് എടുക്കാനായി ശബ്ദമുണ്ടാക്കാതെ അവൻ്റെ അരികിലേക്ക് നടന്നു. അവൻ്റെ വിരലിൽ നിന്നും മോതിരം എടുക്കാനായി അവളൊന്ന് കുനിഞ്ഞതും അവൻ പെട്ടെന്ന് കണ്ണു തുറന്നു.
അവളെ വലിച്ചു തൻ്റെ നെഞ്ചിലേക്കിട്ടു. അവൻ അവളുടെ വയറിലൂടെ കൈയിട്ട് ഇറുകെ പുണർന്നു. വിടടോ, വിടാൻ, അവൾ അവൻ്റെ നെഞ്ചിൽ കിടന്ന് കുതറിക്കൊണ്ട് പറഞ്ഞു. അന്നേരം അവൻ അവളെ ഒന്നുകൂടെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പുരികം പൊക്കി. ആ നിമിഷം അവൾ അവൻ്റെ നെഞ്ചിനിട്ടൊരു കടി കൊടുത്തു. വേദന കടിച്ചു പിടിച്ച് അവൻ അവളെയും കൊണ്ടൊന്ന് മറിഞ്ഞു. അവളുടെ 2 കൈയും ലോക്ക് ചെയ്ത് വെച്ച് അവൻ അവളുടെ മേൽ അമർന്നതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവൻ്റെ ശരീരം അവളിൽ മുഴുവനായും അമർന്നതും അവളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. അവൾ പറ്റുന്ന പോലെ കാലുകൊണ്ട് പ്രതികരിക്കാൻ നോക്കി. അന്നേരം അവനതും ലോക്ക് ചെയ്ത് വെച്ചു. ഡാ വിടട പട്ടി, അവൾ സ്ഥിരം ഡയലോഗ് ഇറക്കി. പട്ടി നിന്റെ മറ്റവൻ, ദേ ഒരൊറ്റ റേപ്പ് വെച്ച് തന്നാലുണ്ടല്ലോ, രാത്രിയിൽ മുറിയിൽ കയറി വന്ന് അവൾ പട്ടിപ്പുച്ചിറക്കുന്നു. പിന്നെ നീ ഒരു ചുക്കും ചെയ്യില്ല. നീ ആണാണെങ്കിലേ നീ എൻ്റെ കൈ വിട്, എന്നിട്ടേ നീ പറഞ്ഞതുണ്ടാക്കാൻ വാ, അവൾ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. എന്ത് റേപ്പാ? അവനൊരു ഈണത്തിൽ ചോദിച്ചു. അല്ല, കോപ്പ്. അപ്പോൾ മോക്ക് നല്ല ആഗ്രഹമുണ്ടല്ലേ? പക്ഷേ ഞാൻ അത്തരക്കാരനല്ല എന്നും പറഞ്ഞ് അവളെ ഒന്ന് വല്ലാത്ത ഭാവത്തിൽ നോക്കി അവളിൽ നിന്നും അടർന്നു മാറി. കന്നിമാസത്തിലെ പട്ടികൾക്ക് പോലും കാണില്ല ഇത്രയും ആക്രാന്തം. ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു അവൾ അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ദേ ഇത്രയൊക്കെ കേട്ടിട്ടേ ഞാൻ നിന്നെ വെറുതെ വിടുന്നതേ. ഞാൻ ആണാണെന്ന് തെളിയിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, മോള് താങ്ങില്ല, അതുകൊണ്ടാ. അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. അവൻ്റെ ആ പറച്ചിലിൽ ചെറുതായി പേടിച്ചതുകൊണ്ടാവാം അവൾ ഒരു തരം ഭയത്തോടെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു. ഞാൻ പോവാ. ആരെയും അതെനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. എൻ്റെ അച്ഛയുടെ മോതിരാത്. അത് വിരലിൽ അണിയുമ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെയുള്ളത് പോലെ തോന്നും. അതാ ഞാൻ ഈ രാത്രി തന്നെ വന്നേ. നിറയാൻ വെമ്പുന്ന മിഴികളെ ശാസിച്ചു നിർത്തിക്കൊണ്ട് അവൻ ഡോറിനരികിലേക്ക് നടന്നതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. അവൾ കലങ്ങിയ കണ്ണുകളോടെ തിരിഞ്ഞു നോക്കി. അവളുടെ ആ നിറഞ്ഞ കണ്ണുകൾ അവനെ വല്ലാതെയാക്കി. അവന് നേരം തൻ്റെ കയ്യിൽ നിന്നും മോതിരം ഊരി അവളുടെ വിരലിലേക്ക് ഇട്ടുകൊടുത്തു. മോതിരം അണിയിച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളുമായി ഒരു നിമിഷം കൊഴുത്തു വലിച്ചു. ആ നിമിഷം അവളും അവൻ്റെ കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി. യാന്ത്രികമായി അവൻ്റെ ചുണ്ടുകൾ അവളുടെ കൈകളിൽ അമരുമ്പോൾ അവൾ മറ്റേതോ ലോകത്തായിരുന്നു. അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ തൻ്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചുകൊണ്ടവൻ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു. മൂക്കിൽ മൂക്ക് കൊണ്ടുരസി. അവൾ അന്നേരം അവനെ എതിർത്തില്ല. ഐ ലവ് യു, അവളുടെ കാതിൻ തുമ്പിൽ നേർമയായി ചുംബിച്ചുകൊണ്ടവൻ ആർദ്രമായി പറഞ്ഞു. അവളുടെ ഹൃദയം പോലും വിറച്ചുപോയ നിമിഷമായിരുന്നു അത്. സ്വബോധത്തിലേക്ക് വന്ന അവൾ അവനെ പിടിച്ചു തള്ളി കൂർപ്പിച്ചു നോക്കി. അന്നേരം അവൻ കുറുമ്പ് നിറഞ്ഞ ചിരിയാലെ അവളെ നോക്കി കണ്ണിറുക്കി. അയ്യോ ചില്ലു, അവൾ എന്ത് ചെയ്തു ആവോ? എന്തോ ഓർത്ത പോലെ അവൾ പറഞ്ഞു ധൃതിയിൽ പോവാൻ ഒരുങ്ങി. അത് ശരി, അവളുണ്ടാ? എന്നിട്ട് എവിടെ? ഗേറ്റിന് വെളിയിൽ കാറിലിരിക്കുക. ഞാൻ പോണു. എന്നിട്ട് വേണം ആരുടെയെങ്കിലും മുന്നിൽ ചാടിക്കൊടുക്കാൻ. നിൽക്ക്, താഴെ വരെ ഞാനും വരാം എന്നും പറഞ്ഞവൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. ഇതേ സമയം ഭാവിയെ കാണാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് ചില്ലു. അന്നേരത്താണ് സിദ്ധുവിൻ്റെ വീടിന് നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിൽ നിന്നും കള്ളൻ എന്നും പറഞ്ഞ് ഒരു നിലവിളി കേൾക്കുന്നത്. ഇനിയും ഇവിടെ നിന്നാൽ താൻ പെടുവല്ലോ ഈശ്വര, ഇവളിതെവിടെ പോയി എന്നും പറഞ്ഞു ചില്ലു ഭാവിയുടെ ഫോണിലേക്ക് വിളിക്കാൻ നോക്കി. അന്നേരമാണ് ഭാവി ഫോൺ കാറിൽ വെച്ചിട്ടാണ് പോയത് എന്ന കാര്യം അവൾ അറിയുന്നത്. സിദ്ധുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചാലോ? അതിന് അവൻ അറിയില്ലല്ലോ അവൾ മതിൽ ചാടിയ കാര്യം എന്നും സ്വയം പറഞ്ഞ് ടെൻഷൻ അടിച്ചുകൊണ്ട് അവൾ തൻ്റെ വണ്ടി കുറച്ച് മുന്നോട്ടെടുത്തു വെച്ചു. സിദ്ധു ഡ്രസ്സ് മാറി വന്നപ്പോഴാണ് അയൽവക്കത്തെ വീട്ടിൽ നിന്ന് നിലവിളിയും ഒച്ചയും കേൾക്കുന്നത്. താനിപ്പോൾ വരാമെന്ന് പറഞ്ഞ സിദ്ധു ബാൽക്കണി ഡോർ തുറന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കിയതും വീടിന് മുൻപിൽ ആൾക്കാരൊക്കെ കൂടി നിന്നിട്ടുണ്ട്. ആൾക്കാരൊക്കെ ചേർന്നൊരുത്തിനെ പിടിച്ചു വെച്ചിട്ടുമുണ്ട്. സിദ്ധു പെട്ടെന്ന് തൻ്റെ മുറിയിലേക്ക് തിരിച്ചു വന്നു. പല്ലവി ആകെ പ്രശ്നമായെന്ന് തോന്നുന്നു. അപ്പുറത്തെ വീട്ടിൽ കള്ളം കയറിയതെന്നാ തോന്നുന്നത്. ചിലങ്ക അവിടെ കണ്ട ആകെ പ്രശ്നമാവും. പിന്നെ നിനക്കിപ്പോൾ ഇവിടെ നിന്ന് പോകാനും പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ അവളോട് പൊയ്ക്കോളാൻ പറ. നിന്നെ ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിച്ചാൽ പോരെ. സിദ്ധു പറഞ്ഞത് കേട്ട ഷോക്കിലായിരുന്നു ഭാവി. അവൾ പെട്ടെന്ന് സിദ്ധുവിൻ്റെ ഫോൺ വാങ്ങിച്ചു അവളുടെ നമ്പർ ഡയൽ ചെയ്തു. അന്നേരം അവൻ പല്ലിയെന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. അന്നേരം അവനൊന്ന് ഇളിച്ച് കാണിച്ചു. ഹലോ ഭാവി, നീ ഇതെവിടെയാ? കോൾ അറ്റൻഡ് ചെയ്ത പാടെ ചില്ലു ചോദിച്ചു. ചില്ലു, ഞാൻ സേഫാണ്. ഞാനിപ്പോൾ സിദ്ധുവിൻ്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. ചില്ലു, നീനെവിടെ നിൽക്കണ്ട, പെട്ടെന്ന് വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ സിദ്ധുവിൻ്റെ കൂടെ വന്നോളാം. ഭാവി, എടി നീ ഇല്ലാതെ ഞാൻ എങ്ങനെയാ? എൻ്റെ ചില്ലൂസ്, നീ ഇങ്ങനെ പേടിക്കാതെ, ഞാൻ ഓക്കെയാണ്.
നീ വേണേ സിദ്ധുവിനോട് ചോദിച്ചോ, ഞാൻ സിദ്ധുവിൻ്റെ കൈ കൊടുക്കാം, നീ സംസാരിക്കുമെന്ന് പറഞ്ഞ പവി ഫോൺ സിദ്ധുവിൻ്റെ കൈ കൊടുത്തു. ഹലോ ചിലങ്ക, താനിനി അവിടെ നിൽക്കണ്ട, പോയിക്കോ. അവിടെ കള്ളം കയറിയതാന്ന് തോന്നുന്നു. പോലീസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സംശയാസ്പദമായി തന്നെ അവിടെ നിൽക്കുന്ന കണ്ട പോലീസ് പോക്കും. കൂട്ടുകാരെ ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കാം, താൻ ധൈര്യമായി പോയിക്കോ. സിദ്ധുവേട്ടാ, ഞാനത് വിശ്വസിച്ചോട്ടെ. അവളൊരു പാവ. ഉള്ളിൽ എന്തേലും ദേഷ്യം ഉണ്ടെങ്കിലേ അത് ഈ അവസരത്തിൽ ഉപയോഗിക്കരുത്, പ്ലീസ്. ചില്ലു പറഞ്ഞത് കേട്ടപ്പോൾ സിദ്ധു ഒന്ന് പുഞ്ചിരിച്ചു. ദേഷ്യം തീർക്കാനാണെങ്കിൽ എനിക്കത് നേരത്തെ ആവായിരുന്നു. അതുപോലെ ഈ സിറ്റുവേഷനിൽ തനിക്ക് വിളിക്കാതെ രണ്ടിനെയും പോലീസിന് മുന്നിൽ ഇട്ട് കൊടുക്കുമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്യില്ല. എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് ഞാൻ അത്രമേൽ പവിയെ സ്നേഹിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്. സിദ്ധു അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ പവിയിൽ മാത്രമായിരുന്നു. പവി അവൻ്റെ ആ നോട്ടം കണ്ടില്ലെന്ന് നടിച്ചു മുഖം തിരിച്ചു കളഞ്ഞു. ചില്ലുവിനോട് പെട്ടെന്ന് പൊയ്ക്കോളാൻ പറഞ്ഞ് സിദ്ധു കോൾ അവസാനിപ്പിച്ചു. കൂടുതൽ നേരം ചിന്തിച്ച് നിൽക്കാതെ ചില്ലു അവിടെ നിന്ന് മടങ്ങി. സിദ്ധു പല്ലിയൊന്ന് മാറ്റി മേരാ ദിൽ എന്ന് തൻ്റെ ഫോണിൽ സേവ് ചെയ്തെന്നത് കണ്ട് അവൾ പല്ല് ഞെരിച്ചു. അപ്പുറത്തെ വീട്ടിൽ നിന്നും ശബ്ദം കേട്ടതും വീട്ടിലെല്ലാവരും ഉണർന്ന് മനസ്സിലാക്കിയ സിദ്ധു താൻ താഴെ വരെ പോയിട്ട് വരാമെന്ന് അവളോട് പറഞ്ഞു. ഞാൻ ഡോറ് പുറത്തുനിന്ന് പൂട്ടുക. നീ വേണം ഉറങ്ങിക്കോ എന്നവൻ അവളോട് പറഞ്ഞതും പവി അവനെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. അതൊന്നും വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം, താൻ പെട്ടെന്ന് പോയിട്ട് വാ, പവി പറഞ്ഞു. എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിലെന്താന്ന്. നീ ഉറങ്ങിയെന്ന് വെച്ചേ ഞാൻ നിന്നെ ഒന്നും ചെയ്യാനൊന്നും പോണില്ല. നീ പറഞ്ഞ പോലെ കന്യമാസത്തിലെ പട്ടിയുടെ ആക്രാന്തൊന്നും എനിക്കില്ല. അതിനൊക്കെ ഞാൻ നമ്മുടെ ആദ്യ രാത്രി വരെ കാത്തിരുന്നോളാം എന്നും പറഞ്ഞ് അവൾക്കൊരു കള്ളച്ചിരിയും പാസ്സാക്കി പുറത്തേക്ക് നടക്കുമ്പോൾ അവൻ പറഞ്ഞ ആ ആദ്യ രാത്രിയെക്കുറിച്ച് അവൾ അറിയാതെ ഓർത്തുപോയി. ദൈവമേ, അവൻ ഈ പറഞ്ഞ ആദ്യ രാത്രി ഈ മുറിയിൽ വെച്ചല്ലേ നടക്കുക, അതും ഈ ബെഡിൽ വെച്ച്? ഇല്ല, നടക്കില്ല, സമ്മതിക്കില്ല ഞാൻ എന്നും പറഞ്ഞ് ആ ബെഡിനെ പുച്ഛത്തോട് നോക്കി മുറി മുഴുവൻ കണ്ണോടിച്ചു. മുറിയിൽ തൂക്കി വെച്ചിരിക്കുന്ന ഫാമിലി ഫോട്ടോയിലേക്കും സിദ്ധുവിൻ്റെ അമ്മയുടെ കൂടെയുള്ള ഫോട്ടോയിലേക്കും അവളുടെ കണ്ണുകളുടക്കി. അങ്ങനെ കുറച്ചു നേരം ഫോട്ടോയൊക്കെ നോക്കിയിരുന്ന് അവസാനം അവൾക്ക് ഉറക്കം വന്നതും അവൾ സോഫയിൽ വന്നിരുന്നു. അപ്പോഴേക്കും സമയം 1 മണി ആവാറായിരുന്നു. അറിയാതെ എപ്പോഴോ അവൾ മയക്കത്തിലേക്ക് വഴുതി വീണു. അവിടെ നിന്ന് അരമണിക്കൂർ കഴിഞ്ഞ് സിദ്ധു വന്നതും സോഫയിൽ സുഖമായി കിടന്നിറങ്ങുന്ന പവിയാണ് അവൻ കാണുന്നത്. അവൻ ഡോറടച്ച് ലോക്കിട്ട് സോഫക്കരികിലേക്ക് നടന്നു. സോഫയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന അവളെ കണ്ടതും അവനൊരു തരം വാത്സല്യമാണ് തോന്നിയത്. ഒരു കൊച്ചു കുട്ടിയുടെ നിഷ്കളങ്കതയായിരുന്നു അവളുടെ മുഖത്ത്. സിദ്ധു അവളെയും കൈകളിൽ കോരിയെടുത്ത് ബെഡിനരികിലേക്ക് നടന്നു. അവളെ ബെഡിൽ ശരിക്കും കിടത്തി. ആ നേരത്താണ് അവളുടെ ഡ്രസ്സ് സ്ഥാനം മാറി കിടക്കുന്നത് അവന് കാണുന്നത്. ജീൻസും പ്രിന്റഡ് ക്രോപ്പ് ഷർട്ടും ആയിരുന്നു അവളുടെ വേഷം. ഷോർട്ട് ഷർട്ട് ആയതിനാൽ ഷർട്ട് പൊങ്ങി നാഭിച്ചുഴി ചെറുതായി കാണുന്നുണ്ട്. എൻ്റെ പള്ളി, ഈ പെണ്ണെന്നെ ചീത്തയാക്കി അടങ്ങുമെന്നും പറഞ്ഞ് വിറയ്ക്കുന്ന കൈകളോടെ അവൻ അവളുടെ ടോപ്പ് നേരെയാക്കാൻ ഒരുങ്ങി. ഇനിയിപ്പോൾ അവളെങ്ങാനും ഉണർന്ന് തന്നെ തെറ്റിദ്ധരിച്ചാലോ എന്ന് ഭയന്നവൻ സാഹസത്തിന് മുതിരാതെ തൻ്റെ പുതപ്പെടുത്ത് അവളെ ശരിക്കും പുതപ്പിച്ചു. തിരിഞ്ഞു നടക്കാൻ നേരം അവൻ്റെ കയ്യിൽ അവളുടെ പിടി വീണു. ഒരു നിമിഷം അവനൊന്ന് ഭയന്നു. ഐ ലവ് യു അമ്മ, അവൻ ഉറക്കച്ചടവോടെ പറഞ്ഞു. അത് കേട്ടതും നേരെ സംശയത്തോടെ അവനൊന്ന് തിരിഞ്ഞു നോക്കി. അന്നേരമാണ് അറിയുന്നത് അവൾ അപ്പോഴും നല്ല ഉറക്കത്തിലാണ്. അമ്മയാണെന്ന് കരുതി പറഞ്ഞതാണ് അവന് മനസ്സിലായി. അടുത്ത നിമിഷം അവൻ്റെ കൈ തൻ്റെ കവിളിനോട് ചേർത്ത് വെച്ചുകൊണ്ടവൾ ഗാഢമായ നിദ്രയിലായിരുന്നു. അവന് നേരം അവളോട് അതിയായ വാത്സല്യം തോന്നി. അവൾ ഉണർത്താതെ അവളിൽ നിന്നും തൻ്റെ കൈ പിൻവലിച്ചു. ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് ആകമാനം ഒഴുകി നടന്നു. ഏതോ ഒരു ഉൾപ്രേരണയാലെ അവളുടെ മുഖത്ത് വീണ് കിടക്കുന്ന മുടിയിഴകൾ മാടി ഒതുക്കി കൊടുത്തു. സോഫയിൽ വന്ന് കിടന്നു. സോഫയിൽ നിന്ന് അവളുടെ കിടത്തം അവന് ശരിക്കും കാണാം. കുറച്ചു നേരം അവളെ തന്നെ നോക്കിക്കിടന്നു. അതിനിടയിൽ ഇരുവർക്കിടയിൽ നടന്ന നിമിഷങ്ങൾ ഓരോന്നും അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അറിയാതെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. തൻ്റെ മനസ്സ് അവളിലേക്ക് ചായുന്നുണ്ടോ എന്നൊരു തോന്നൽ അവനിലുണ്ടായി. അവളിലേക്ക് നീളുന്ന തൻ്റെ കണ്ണുകളെ അവൻ ശാസിച്ചു നിർത്തി. കണ്ണടച്ച് കിടക്കുമ്പോൾ അവൻ്റെ ഹൃദയം എന്തിനെന്നറിയാതെ ഉച്ചത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. 5 മണിക്കുള്ള അലാറത്തിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് സിദ്ധു ഉണരുന്നത്. പെട്ടെന്ന് എഴുന്നേറ്റ് ഫ്രഷായി പവിയെ വിളിച്ചുണർത്തി. ചില്ലുവാണെന്ന് കരുതി പവി എന്തൊക്കെയോ പിച്ചും പെയ്യും പറയുന്നുണ്ട്. ഒടുവിൽ അവൻ എങ്ങനെയൊക്കെയോ വിളിച്ചുണർത്തി. പെട്ടെന്ന് ഫ്രഷായി അവൾ സിദ്ധുവിൻ്റെ കൂടെ താഴേക്ക് നടന്നു. ശബ്ദമുണ്ടാക്കാതെ പമ്മി ഇരുവരും താഴേക്ക് നടന്നു. പതിയെ ഡോർ തുറന്ന് പുറത്തെത്തി. പോർച്ചിൽ കിടക്കുന്ന പവിയുടെ സ്കൂട്ടി സിദ്ധു ഉന്തിത്തള്ളി ഗേറ്റിന് വെളിയിലെത്തിച്ചു.
അവൻ സ്കൂട്ടിയുടെ കീ അവൾക്ക് നേരെ നീട്ടി. അവൾ അവനെ ഒന്ന് നോക്കി കീ വാങ്ങിച്ചു. ശേഷം വണ്ടിയിൽ കയറിയിരുന്നു. അന്നേരം സിദ്ധു ഹാൻഡിലിൽ തൂക്കി വെച്ചിരിക്കുന്ന ഹെൽമെറ്റ് എടുത്ത് അവളുടെ തലയിൽ വെച്ച് കൊടുത്തു. അവൻ്റെ പ്രവൃത്തിയിൽ അവളിലൊരു പുഞ്ചിരി വിരിഞ്ഞു. താങ്ക്സ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ അവൾ പറഞ്ഞു. താങ്ക്സ് മാത്രമേ ഉള്ളൂ? സിദ്ധു ചോദിച്ചു. പിന്നെന്താ വേണ്ടേ? അവൾ തിരിച്ചു ചോദിച്ചു. ഒരു ഐ ലവ് യു കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഐ ലവ് യു മാത്രം മതിയോ? കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൂടി തരട്ടെ? എന്നാൽ ആരെങ്കിലും വരുന്നതിന് മുമ്പ് പെട്ടെന്ന് താ. അവൻ തൻ്റെ കവിൾ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. എടാ കാത്തിരുന്നോ, ഇപ്പം തരും. അവൻ്റെ കവിൾ പിടിച്ചു മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു. എന്നാൽ ഞാൻ അങ്ങോട്ട് തരട്ടെ? അവളുടെ ആ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് അവൻ പറഞ്ഞു. എന്ത്? ഒന്നും അറിയാത്ത പോലെ അവൾ ചോദിച്ചു. ഉമ്മ. പോയി നിന്നെ മറ്റവൾക്ക് കൊടുക്ക് എന്നും പറഞ്ഞവൾ തൻ്റെ കൈ പിൻവലിച്ചു വണ്ടി മുന്നോട്ടെടുത്തതും അവൻ പിന്നിൽ നിന്ന് വണ്ടി പിടിച്ചു വെച്ചു. ഒരു ഐ ലവ് യു പറഞ്ഞിട്ട് പോയാൽ ഇപ്പം മാനിടിഞ്ഞു വീഴോ? സിദ്ധു ചോദിച്ചു. ചിലപ്പോൾ വീണാലോ? എനിക്ക് ഈ കുടുംബവും കുട്ടികളൊക്കെയായി ഇനിയും ജീവിക്കാനുള്ളതാ. ഈ പറഞ്ഞ ജീവിതം എൻ്റെ കൂടെയല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞോ? പക്ഷേ ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് തീരുമാനിച്ചിട്ടുണ്ടെന്ന് അവൾ ചോദിച്ചു. നീ എന്നും ഈ രാവണൻ്റേത് മാത്രമായിരിക്കുന്നു. മോനെ രാവണ, അത്രയ്ക്കും കോൺഫിഡൻസ് വേണം? പിന്നെ വേണം വേണം. നീ ഇതുവരെ ഒരു രാമൻ്റെയും സ്വന്തമായിട്ടില്ല. അപ്പം പിന്നെ നീ ഈ രാവണനുള്ളതാ. ഇന്നലെ രാത്രി ഒരുമിച്ചാണ് ഉറങ്ങിയതെങ്കിലേ ജീവിതകാലം മുഴുവൻ നിന്നെ എൻ്റെ കൂടെ ഉറക്കാൻ എനിക്കറിയാം. അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. ഇയാളെ പറച്ചിൽ കേട്ടാൽ തോന്നും നമ്മൾ ഒരുമിച്ച് ഒരു ബെഡിലാണ് ഉറങ്ങിയെന്ന്. സാഹചര്യം കൊണ്ടേ എനിക്ക് ഇന്നലെ തൻ്റെ മുറിയിൽ ഉറങ്ങേണ്ടി വന്നു. ഇതേ സാഹചര്യം കൊണ്ട് ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ഉറങ്ങേണ്ടി വന്നാലോ? സിദ്ധു വിടാനൊരുക്കല്ല. അന്നേരം ആ സാഹചര്യത്തോട് ഞാൻ പറയും പോയി പണി നോക്കാൻ. പവിയും വിട്ടില്ല. പിന്നെ പറയും. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ. ഒരുമിച്ച് ഒരു ബെഡിൽ കിടന്നില്ലെങ്കിലും ഇന്നലെ ചിലതൊക്കെ നടന്നിട്ടുണ്ട്. സിദ്ധു ചിരി കടിച്ചു പിടിച്ചു പറഞ്ഞു. എന്ത് നടന്നിട്ടുണ്ടെന്ന്? അങ്ങനെ ചോദിച്ചാൽ ഞാനിപ്പോൾ എന്താ പറയുക? വേണ്ട, ഞാനത് പറയുന്നില്ല. നിനക്ക് ടെൻഷനാവും. സിദ്ധു, മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാതെ കാര്യം പറയുന്നുണ്ടോ? അത് പിന്നെ നീ സോഫയിൽ കിടന്ന നീ എങ്ങനെ ബെഡിലെത്തി? അന്നേരമാണ് അവൾ അക്കാര്യം ഓർക്കുന്നത്. ഞാനാ നിന്നെ ബെഡിൽ കിടത്തിയേ. അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചെന്നറിയോ? എന്ത് സംഭവിച്ചു എന്ന് ഇടറിയ ശബ്ദത്തോടെ അവൾ ചോദിച്ചു. അപ്പോൾ നിനക്കൊന്നും ഓർമ്മയില്ല? ഇല്ല. ഒരു കണക്കിന് ഓർമ്മയില്ലാത്ത നന്നായി. തൽക്കാലം നീ ചെല്ല്, ഇപ്പം ആരെങ്കിലും എഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞ് അവൻ അവളെ പറഞ്ഞു വിടാൻ നോക്കി. അല്ല, ശരിക്കും ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് പറ. അതൊന്നും കുഴപ്പമില്ല പവി. ഒന്നുമില്ലേലും നമ്മളൊരു നാൾ ഒന്നാവേണ്ടവരല്ലേ. ഷോ, എന്നാലും എനിക്ക് നാണം വരുക എന്നുള്ള അവൻ്റെ പറച്ചിലിൽ അവളുടെ ടെൻഷൻ ഇരട്ടിച്ചു. അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. അപ്പോഴും തലേ ദിവസം രാത്രിയിൽ എന്തായിരിക്കും നടന്നിരിക്കുക എന്ന ചിന്തയിലായിരുന്നു പവി. ഇതേ സമയം പഠിക്കാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റതായിരുന്നു നന്ദു. ഒന്ന് ഫ്രഷായി പുസ്തകം എടുത്ത് തൻ്റെ മുറിയിലെ ബാൽക്കണിയിലേക്ക് നടന്നപ്പോഴാണ് താഴെ നടക്കുന്ന കാഴ്ചകളൊക്കെയും അവൾ കാണുന്നത്. സിദ്ധുവിൻ്റെ കൂടെ പവിയെ കണ്ടതും സിദ്ധു അവളോട് കാണിക്കുന്ന അടുപ്പവും നന്ദുവിനെ അത് ശരിക്കും അസ്വസ്ഥമാക്കി. അവളെങ്ങനെ ഈ നേരത്തെ ഇവിടെ എത്തിയെന്ന് നന്ദു ചിന്തിച്ചു. തലേ ദിവസം രാത്രിയിലെ സിദ്ധുവിൻ്റെ നിലവിളിയും അത് കഴിഞ്ഞ് നടന്ന സംഭവങ്ങളൊക്കെയും അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. എന്തൊക്കെയോ സംശയങ്ങൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. ഇനിയിപ്പോൾ സിദ്ധു ശരിക്കും പവിയെ സ്നേഹിക്കുമോ എന്നൊരു തോന്നൽ അവളിലുണ്ടായി. തൻ്റെ തീരുമാനം തെറ്റായിപ്പോയെന്ന് അവൾക്ക് തോന്നാതിരുന്നില്ല. ഗേറ്റടച്ച് സിദ്ധു തിരികെ വരുന്നത് കണ്ടതും അവൾ അവനെ കാണാതെ മറഞ്ഞു നിന്നു. അവൻ അകത്തേക്ക് കയറിയതിന് പിന്നാലെ നന്ദുവും തൻ്റെ മുറിയിലേക്ക് കയറി ഡോറടച്ചു. സിദ്ധു മുകളിലെത്തിയപ്പോഴാണ് നന്ദു തൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങുന്നത്. നന്ദുവിനെ കണ്ടതും സിദ്ധു ഒന്ന് പതറി. ഈ വെളുപ്പാങ്കാലത്ത് ഏട്ടൻ ഇതെവിടെ പോയതാ? നന്ദു ചോദിച്ചു. ഞാൻ ഇത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടി, സിദ്ധു പതർച്ച മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. സിദ്ധു തന്നോട് കള്ളം പറയുന്നത് കണ്ടപ്പോൾ അവളുടെ മുഖഭാവം മാറി. ഇങ്ങനെ പോയാൽ ഏട്ടൻ ഇത്തിരി വെള്ളം കുടിക്കും എന്നുള്ള അവളുടെ പറച്ചിൽ അവനെ ശരിക്കും ഞെട്ടിച്ചു. നീ എന്താ നന്ദു അങ്ങനെ പറഞ്ഞേ? ഞാനൊരു തമാശ പറഞ്ഞതാ എൻ്റെ പൊന്നു ചേട്ടാ. പിന്നെ ഏട്ടാ, ആ പല്ലവിക്ക് പണി കൊടുക്കാനുള്ള ഒരു ഉഗ്രൻ ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. ഏട്ടൻ കട്ടയ്ക്ക് എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ. നന്ദു, അവൾക്കുള്ള പണി നമ്മൾ തീരുമാനിച്ചതല്ലേ, പിന്നെന്തിനാണ് അതിനിടയിൽ മറ്റൊരു പണി?
അന്നേരം സിദ്ധുവിൻ്റെ ഭാവമാറ്റം വീക്ഷിച്ചുകൊണ്ട് നിൽക്കുവാണ് നന്ദന. അത് ഏട്ടൻ കൊടുക്കുന്ന പണി, ഇത് എൻ്റെ വക അവൾക്കുള്ള സ്പെഷ്യൽ മുട്ടൻ പണി. അവളിരുന്ന് കരയും. അന്നേരം നമ്മളിവിടെ ഇരുന്ന് ചിരിക്കും. നന്ദുവിൻ്റെ ആ പറച്ചിൽ കേട്ട് സിദ്ധുവിനെന്തോ സന്തോഷിക്കാൻ തോന്നിയില്ല. എന്ത് പണിയാണെന്ന് കൊടുക്കാൻ പോകുന്നതെന്ന് സിദ്ധു ചോദിച്ചു നോക്കിയെങ്കിലും അവളൊന്നും വിട്ടു പറഞ്ഞില്ല. സിദ്ധു മുറിയിലേക്ക് ചെന്നതും അവൾ നേരെ ചെന്നത് CCTV കൺട്രോളിംഗ് റൂമിലേക്കാണ്. തൻ്റെ സംശയങ്ങൾ ശരിയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി വിഷ്വൽസ് ചെക്ക് ചെയ്ത് നോക്കിയെങ്കിലും അവൾക്ക് വേണ്ടതൊന്നും അവിടെ ഇല്ലായിരുന്നു. സാരമില്ല, എനിക്ക് വേണ്ടത് ഇതിലുണ്ട് എന്നും പറഞ്ഞ് നിഗൂഢമായ ചിരിയോടവൾ തൻ്റെ ഫോണിലേക്ക് നോക്കി. അന്ന് കോളേജിൽ തങ്ങൾക്ക് പഠിപ്പിക്കാൻ പുതിയൊരു ചുള്ളൻ സാർ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് അയാളെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ചില്ലുവും പവിയും. കാത്തിരിപ്പിനൊടുവിൽ അയാൾ ക്ലാസ് മുറിയിലെത്തിയതും ആളെ കണ്ട ഷോക്കിലായിരുന്നു പവിയും ചില്ലുവും.